അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇല്യൂഷൻ ആർട്ടാണ്, ഒരു സെൻറ്റാങ്കിൾ ആർട്ടൊക്കെയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം വരയ്ക്കാം. നമ്മളൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കണം. പിന്നെ അതിനകത്ത് 2 ഡയഗണൽസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ഡയഗണൽസ് വരയ്ക്കണം. പിന്നെ അതാ ഇതുപോലെ ലൈൻസ് വരച്ചത് ഡിവൈഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞു തന്ന കുളമായിപ്പം നിങ്ങൾ കണ്ട് വരയ്ക്കുക. ഇതുപോലെ ലൈൻസ് വരയ്ക്കണം. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഡൂഡിൽ ആർട്ട് അല്ലെങ്കിൽ ഈ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ എന്തിനാണ് വരയ്ക്കുന്നതെന്ന്. അപ്പം നമ്മുടെ കൈയും നമ്മൾ യൂസ് ചെയ്യുന്ന പേനയാകട്ടെ അല്ലെങ്കിൽ പെൻസിലാകട്ടെ, ഇത് തമ്മിലുള്ളൊരു കോർഡിനേഷൻ നന്നായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൂഡിൽ ആർട്ടും സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ വരയ്ക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊരു പ്രോ ആർട്ടിസ്റ്റ് ഒന്നും ആകാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൈയൊക്കെ നന്നായി വഴങ്ങി വരണം. അപ്പം അങ്ങനെ വഴങ്ങാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി വീണ്ടും ഈ പിക്ചറിലോട്ട് വന്നാൽ ഈ ലൈൻസ് വരച്ചല്ലോ. ലൈൻസ് വരച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ കർവ്ഡ് ലൈൻസ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഇതുപോലെ കർവ്ഡ് ലൈൻസ് വരയ്ക്കണം. അതിന് തൊട്ടപ്പുറത്തെ ലൈൻസിൽ അപ്പുറത്തെ കോളത്തിൽ ഇപ്പം നമ്മൾ വരച്ച കർവ്ഡ് ലൈൻസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കർവ്ഡ് ലൈൻസ് വരയ്ക്കണം. പറഞ്ഞ് എത്രത്തോളം മനസ്സിലായെന്നറിയില്ല. എന്തായാലും ഇത് ഈ പടത്തിനകത്തുള്ളതുപോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാനാണ്. ഷെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം നടുക്കുന്നാണ് ഷെയ്ഡ് ചെയ്ത് പോയത്. അപ്പോൾ ആദ്യത്തെ ഒരു കോളത്തിൽ നമ്മൾ ഞാൻ ഇവിടെ ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ജെല്ല് കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത കോളം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത കോളത്തിൽ ഷെയ്ഡ് ചെയ്തു. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് പോകണം. അങ്ങനെ അത് മുഴുവനും ആ ഒരു കോളങ്ങൾ മുഴുവനും അങ്ങനെ ഷെയ്ഡ് ചെയ്ത് വരണം. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഇത് അത്യാവശ്യം നല്ല ടൈം എടുക്കും. വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മളിത് ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് ഒക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അടുത്തടുത്ത കോളത്തിലൊക്കെ ഷെയ്ഡിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യാനൊക്കെ ചെയ്യാൻ. ഈ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെൻസിൽ കൊണ്ടിട്ട് അതിൻ്റെ സൈഡുകളിൽ ആ വൈറ്റിൻ്റെ ആ ഒരു സൈഡുണ്ടല്ലോ, ആ 2 സൈഡുകളിലും ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒരു ഇല്യൂഷൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ പടത്തിനകത്തുള്ള ഫുൾ വൈറ്റിൻ്റെ ആ ഒരു പോർഷൻ്റെ സൈഡുകളിൽ നമ്മൾ പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സ്റ്റെമ്മാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ബ്ലെൻഡ് ചെയ്യാനുള്ളത് അതുകൊണ്ട് നമ്മൾ നേരത്തെ ആ പെൻസിൽ വെച്ച് വരച്ചത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പടം ഏകദേശം ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ശരിയായി വരും. ഒരു ചുഴിയിലോട്ട് നോക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷൻ എഫക്റ്റ് അതിനകത്ത് കിട്ടും. അപ്പം നിങ്ങൾ തന്നെ നോക്കി, ഇപ്പോൾ ഒരു ഇല്യൂഷൻ, ഒരു 3D എഫക്റ്റ് ഒക്കെ വന്നില്ലേ. അപ്പം ഞാനിവിടെ ആദ്യം ആ ലൈൻസും ആ ഒരു ബോക്സും ഒക്കെ വരയ്ക്കാനായിട്ട് ബ്ലാക്ക് പെന്നാണ്, ഞാനിവിടെ സെല്ലോ ഗ്രിപ്പറിൻ്റെ ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വരയ്ക്കാനായിട്ട് ജെല്ല് യൂസ് ചെയ്തിട്ടില്ല, ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്തത്. ബാക്കി ഷെയ്ഡിങ്ങിനൊക്കെ ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.